ലോകമെമ്പാടുമുള്ള ഓഫ് റോഡ് പ്രേമികളുടെ അല്ലെങ്കിൽ വാഹന പ്രേമികളുടെ ഹരമെന്ന് വിളിക്കാവുന്ന ടൊയോട്ട ലാൻഡ് ക്രൂയിസറിൻ്റെ ഏറ്റവും പുതിയ മോഡലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. LC300 എന്ന ബേസിക് മോഡലിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓഫ് റോഡ് എബിലിറ്റീസ് കൂടുതലുള്ള മോഡലായ GRS ആണ് നിങ്ങൾ കാണുന്നത്. സാധാരണ LC300ൻ്റെ ഗ്രില്ലിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. ടൊയോട്ടയുടെ ഏറ്റവും പുതിയ ഗംഭീരമായ ഗ്രില്ല്, ഫുൾ ബ്ലാക്ക് ഫിനിഷും അതിനടുക്ക് ടൊയോട്ട എന്നുള്ള ബാഡ്ജിയും കൊടുത്തിരിക്കുന്നത് നമ്മളിങ്ങനെ ആവേശം കൊള്ളിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ വളരെ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്, അതൊന്നും ഈ വാഹനത്തെപ്പറ്റി പറയേണ്ടതില്ലെന്ന് തോന്നുന്നു. കാരണം മരുഭൂമിയിലെ പടക്കപ്പൽ എന്നൊക്കെ വിളിക്കുന്ന എവിടെയും കയറ്റിക്കൊണ്ട് പോകാവുന്നൊരു വാഹനമാണിത്. എന്തായാലും പഴയ ലാൻഡ് ക്രൂസറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടൊയോട്ട ലാൻഡ് ക്രൂസറിനെ കാര്യമായ രീതിയിൽ ആധുനികവൽക്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഡാപ്റ്റീവ് ഹെഡ് ലാമ്പ് പോലുള്ള കാര്യങ്ങൾ, LED ഹെഡ് ലാമ്പ്, ഡേ റണ്ണിംഗ് ലാമ്പ്, അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. കൂടാതെ LED ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഭംഗിയുള്ള മുൻഭാഗം കിടന്ന് നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ 18 ഇഞ്ച് ടയേഴ്സ് അങ്ങനെ വീലാർസിൽ അങ്ങനെ മതം കൊണ്ട് നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ബ്ലാക്ക് അലോയ് വീൽ കൊടുത്തിരിക്കുന്നു, ഭംഗിയായിട്ടുണ്ട്. GRS എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. സൈഡ് പ്രൊഫൈലിലാണെങ്കിലും 5 മീറ്ററോളം നീളമുള്ള ഈ വാഹനത്തിൻ്റെ ഗാംഭീര്യം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതുപോലെ തന്നെ 1950 മില്ലിമീറ്റർ ഹൈറ്റ്, 2680 മില്ലിമീറ്റർ വീൽ ബേസ്, അതെല്ലാം ഉള്ളൊരു വാഹനമാണ്. ഗ്രാബ് റെയിലൊക്കെ മേൽഭാഗത്ത് കൊടുത്തിരിക്കുന്നു. ബ്ലാക്ക് ഫിനിഷാണ് ഈ ഒരു ഡോർ ഹാൻഡിലിനൊക്കെ കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ വർഷങ്ങളായിട്ട് വലിയ മാറ്റമില്ലാത്തൊരു പിൻഭാഗം എന്നാണ് പറയേണ്ടത്. ഒരു ബസ്സിൻ്റെ പിൻഭാഗം പോലെ എന്ന് പറയാനുള്ളൂ. ഒരു ബോക്സി രൂപമാണ് കൊടുത്തിരിക്കുന്നത്. ലാൻഡ് ക്രൂയിസർ എന്നുള്ള ബാഡ്ജിങ്, അതുപോലെ തന്നെ ഭംഗിയുള്ള ടെയിൽ ലാമ്പ്, അതുപോലെ തന്നെ സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. GRS എന്ന് പറയുന്നത് GR സ്പോട്ട് എന്നുള്ള ബാഡ്ജിങ് ആണ് അവിടെ കാണുന്നത്. അതുപോലെ ഇവിടെയൊക്കെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ, അതുപോലെ ഷാർഫിൻ ആൻറ്റിന, പിന്നെ സ്റ്റോപ്പ് ലാമ്പ്, ഇവിടെ ഡിഫോഗർ, വൈപ്പർ, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ കാണാം. അതുപോലെ തന്നെ സ്പെയർ ടയർ എന്നൊക്കെ പറഞ്ഞ് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇവിടെയൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെയൊക്കെ 100 വാട്ടിൻ്റെ ഒക്കെ ചാർജിങ് പോയിൻ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ വലിയ ഇലക്ട്രിക്കൽ അപ്ലയൻസുകളൊക്കെ വേണമെങ്കിൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്ന അത്രയും വിശാലം. എന്തായാലും ഉൾഭാഗം ആണ് ഇതിൻ്റെ ഒരു ഗംഭീര സംഭവം എന്ന് പറയുന്നത്. എക്സ്റ്റീരിയറിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാൻഡ് ക്രൂയിസർ എപ്പോഴും പരമ്പരാഗത രൂപത്തിലാണ് നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഗ്രില്ല് വന്നപ്പോൾ അത് ഗംഭീരമായി മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമില്ല. ഈ വാഹനത്തിൻ്റെ അടുത്ത് വില എന്ന് പറയുന്നത് മോശമല്ല കേട്ടോ. 2,24,00,000 രൂപയുണ്ട്. LC300 എന്ന് പറയുന്ന ബേസ് മോഡലിന്, അല്ലെങ്കിൽ GX എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റിന് 2,15,00,000 രൂപയുണ്ട്. എന്ന് പറയുമ്പോൾ 9 ലക്ഷം രൂപ കൂടുതലാണ്. ഇതിൻ്റെ ഓഫ് റോഡ് എബിലിറ്റീസ് കൂടുതലുള്ളതുകൊണ്ട് മുന്നിലും പിന്നിലും ഡിഫറൻഷ്യൽ ലോക്കുകളാണ് GX ഉള്ളതെങ്കിൽ ഇതിൽ ഒരു ലിമിറ്റഡ് ഡിഫറൻഷ്യൽ ലോക്ക് കൂടി പിൻഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് പ്രധാന വ്യത്യാസം. എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ ഓഫ് റോഡറാണ് ഈ വാഹനം. ഇനി നമുക്ക് ഇൻറ്റീരിയർ കാണാം അടുത്ത റെയിലിൽ.